ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യണതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം എൻ്റെ ലോങ് വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് സുഖമാണോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ റിപ്ലൈ അറിയിക്കൊണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എണീറ്റ് വന്നപ്പോൾ കാണുന്നതാണ് കേട്ടോ. നമ്മൾ റയ്യാനാണ് ദോശ ചൂടുന്നത് കേട്ടോ. ഓന് എന്താ പറയുക, ഉമ്മാൻ്റെ ഒപ്പം നിന്നിട്ട് ദോശ ചൂടാനായിട്ട് പഠിച്ചുകൊണ്ടു കേട്ടോ. എന്നെക്കായും കൂടുതൽ ചിലപ്പോൾ ഓനക്കറിയാൻ തോന്നുന്നു കേട്ടോ. പിന്നെ നല്ല മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. അത് കാണാൻ തന്നെ എന്താ ഒരു ഭംഗിയല്ലേ. പിന്നെ അപ്പം ഇങ്ങനെ ചട്ടം കൊണ്ട് എടുത്തിട്ട് പ്ലേറ്റൊക്കെ ഇടാൻ വയ്ക്കണില്ല കേട്ടോ. അതിനാണ് കടന്നിട്ട് ഇങ്ങനെ അളക്കണത്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആവുകൊണ്ട് എന്താ പറയുക, നേരത്തെ വണ്ടി വരും. അപ്പോൾ അതിൻ്റെ മുന്നൊക്കെ റെഡി ആവണം കേട്ടോ. പിന്നെ ആൾക്ക് ഇന്നലെ എന്താ പറയുക, പല്ല് വരുത്തായിട്ട് ഇന്ന് ശരിക്കും സ്കൂളിൽ പറഞ്ഞയക്കണില്ല എന്ന് കരുതിയതാണ് കേട്ടോ. പല്ല് വേദന ആയ കാരണം എന്താ പറയുക, രാത്രിയൊന്നും കരച്ചിലും ഗുളിക കൊടുത്തിട്ട് അങ്ങനെ പിന്നെ ഉറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ പറഞ്ഞയക്കണില്ല എന്ന് കരുതിയതാണ്. പിന്നെ രാവിലെ നീച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ സ്കൂൾക്ക് പറഞ്ഞയക്കാം കേട്ടോ. പിന്നെ ചെറിയ മഴ കൊണ്ടിട്ട് ഇങ്ങനെ സിറ്റൗട്ടിലിരിക്കാൻ ഒരു പ്രത്യേക വൈബാലേ. അങ്ങനെ നമ്മൾ ഓനെ സെറ്റാക്കിയിട്ട് മുട്ട പൊരിച്ചു കൊടുത്തു, വെള്ളം സ്നാക്സൊക്കെ ആക്കിയിട്ടോ. പിന്നെ അനങ്ങിയ മുട്ടായി, ബേക്കറി, ഈ ഐറ്റംസുകൾ തന്നെയല്ലേ. അത് കാരണം എന്താ പറയുക, പല്ലിൽ കേട് വന്നിട്ടാണ് തോന്നിട്ടോ. ഇന്നലെ പല്ലുവേദന ഒക്കെ ഉണ്ടായിട്ട് ആകെ സീനായിരുന്നു. പിന്നെ കുറച്ച് നേരം പറയും ഞാൻ കഴിക്കണമൊന്നുമില്ല എന്നിട്ടോ. പല്ലുവേദന മാറിയാൽ പിന്നെ ബിസ്ക്കറ്റ് എവിടെ, മിഠായി എവിടെ ചോദിച്ചിട്ട് വരും കേട്ടോ. അങ്ങനെ ഓനിക്കെല്ലാം റെഡിയാക്കി കൊടുത്തിട്ട് ഓനോടെ സെറ്റാക്കി നിർത്തിക്കാണ് കേട്ടോ. പിന്നെ ഷേസു ബേബി നല്ല ഉറക്കാണ് കേട്ടോ. പിന്നെ നമ്മളിതാ ചായ ഫ്രിഡ്ജിൽ പിന്നെ നമ്മൾ പാലുണ്ടാൽ പിന്നെ പാൽ ചായക്കാർ കേട്ടോ. നമ്മളെ ഫേവറേറ്റ് പാൽ ചായയല്ലേ. അപ്പോൾ ഈ ചായ ഒരു എന്താ പറയുക, സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു എന്താ പറയുക, ഒരു അതിൽ ചേർക്കേണ്ട രണ്ട് സംഭവങ്ങൾ പറഞ്ഞിട്ട് ഇത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാം കേട്ടോ. ഏറെക്കുറെ നമ്മളും ഇതിപ്പോൾ ഫോണിൽ നിന്ന് കണ്ടത് തന്നെയാണ്. എനിക്ക് ആദ്യം ഒന്ന് ചായ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ അറിഞ്ഞിരുന്നില്ല കേട്ടോ. കാരണം കടയിൽ നിന്ന് വാങ്ങുന്ന ചായക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പാൽ ചായക്ക് എന്താ പറയുക, അത്ര ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഒന്നാമത് നമ്മൾ പാൽ ചേർക്കുമ്പോൾ അതിലെന്താ പറയുക, കൂടുതൽ വെള്ളം ചേർക്കാൻ പറ്റില്ല. എന്താ പറയുക, ഒരു ഗ്ലാസ് ശരിക്കും ഒരു ഗ്ലാസ് പാലിൽ നമ്മൾ എന്താ പറയുക, നല്ല ഏലക്കായ, ഇഞ്ചി ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് പാലൊന്നും തന്നെ യൂസ് ആക്കൂലല്ലോ, നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർക്കൂലേ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ടേസ്റ്റ് കുറവുണ്ടാവും കേട്ടോ. പിന്നെ റയാന് പോയിട്ടാട്ടെ ഞാൻ ഷേസു ബേബിനെ എണീപ്പിക്കണത്. കാരണം 9 മണിയൊക്കെ ആവാനായിക്കണു. ഇനി ഓനും ഉറങ്ങിയാൽ എന്താ പറയുക, പിന്നെ ഉച്ചക്കത്തെ ഉറക്കം ഉണ്ടാകില്ല. പിന്നെ ആ കൂടി ഒരു ഉറക്കപ്രാന്താക്കാറ് കേട്ടോ. അപ്പം അങ്ങനെ ഓനെ വെളുപ്പിക്കാണ് കേട്ടോ. അപ്പോൾ ആളിതങ്ങനെ നീച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏകദേശം ഉണരാൻ നിൽക്കുന്ന ടൈം ആയിക്കോളും കേട്ടോ. അപ്പോൾ ഷേസു ബേബി അങ്ങനെ എണീക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ അവസാനത്തെ ബീഫാണ് കേട്ടോ. ബീഫ് കഴിഞ്ഞു. നമുക്ക് എന്താ പറയുക, ഇത്ര ഒന്നും എന്താ പറയുക, സ്റ്റോർ ചെയ്യാൻ ബീഫ് കിട്ടലില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ ഇവിടെ വന്ന ശേഷം ഞങ്ങൾക്ക് ഇവിടുന്ന് 2-3-4 പേരിൽ ഞങ്ങൾക്ക് ബീഫ് കൊടുന്ന് തന്നിരുന്നു. അങ്ങനെ ഉണ്ടായ കാരണം കേട്ടോ കുറച്ച് ബീഫ് കൂടുതലുണ്ടായിരുന്നു. അല്ലെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബീഫ് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. കാരണം അത്ര ഉള്ളിലുണ്ടാവുക. അപ്പോൾ അതിന് കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിപ്പോൾ കിട്ടിയതുകൊണ്ടാണ് കുറച്ച് എന്താ പറയുക ലോങ്ങായിട്ട് സ്റ്റോർ ചെയ്തത്. പിന്നെ നമ്മൾ രാവിലെ തന്നെ മൈലാഞ്ചി ഇട്ടിട്ടിരിക്കണ്. ഇമ്മ കണ്ടാൽ ചീത്ത പറയട്ടെ. അമ്മ പറയും പണികളൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, ആക്കം പോലെ ഇട്ടാൽ മതിയില്ല മൈലാഞ്ചി എന്നിട്ടോ. ഇന്നലെ കുറച്ചിട്ട് ചോപ്പിച്ചിക്കണു. പിന്നെ എന്താ പറയുക, രാവിലെ ഞാൻ കുറച്ച് അടിച്ചു വരുമ്പോൾ ജസ്റ്റ് ഇട്ടതാണ് കേട്ടോ. ഇമ്മ കണ്ടുക്കണു. ഉമ്മയുടെ വായിലുള്ളത് ഞാൻ കേൾക്കുകയും ചെയ്തിക്കണു കേട്ടോ. അങ്ങനെ അടിച്ചവരിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റോട് തുടക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഷേസു ബേബി മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. റയ്യാൻ്റെ പാൻറ് ഇട്ടിട്ട് നടക്കാട്ടോ. റയ്യാൻ എന്താ ഊരിട്ടത്, അത് അപ്പം എടുത്ത് ഇട്ടോ. ഇത് പൂരിട്ടതും അല്ല, എന്താ പറയുക, തിരുമ്പി നേരെ സെറ്റാക്കി മടക്കി വെച്ച പാൻറ്റാട്ടോ ഇട്ടിക്കണത്. ബേബിനെ സ്കൂൾക്ക് പറഞ്ഞേക്കാതെ ഇവിടെ ഇരുത്തിയിട്ടും കാര്യമില്ല കേട്ടോ. ഒന്ന് പല്ലുവേദന മാറിയാൽ എന്താ പറയുക, ഓന് ഇവിടെ കടന്നാകെ പൊരിച്ചില്ലാക്കാരം. അതുകൊണ്ട് പിന്നെ രാവിലെ മാറിയെന്ന് കണ്ടപ്പോൾ പിന്നെ സ്കൂൾക്ക് പറഞ്ഞയച്ചതാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചിട്ട് റെഡിയാക്കാണ് കേട്ടോ. ഷേസു ബേബി നമ്മൾ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ തുടക്കുന്ന ടൈമിൽ ഉമ്മ അവിടെ എന്താ പറയുക, ചോറ് രാവിലെ തന്നെ റയ്യാന് പോകുമ്പോൾ തന്നെ ചോറ് എന്താ പറയുക അടുപ്പിൽ കത്തിച്ചിട്ട് തീമടയിലുണ്ട് കേട്ടോ.
അങ്ങനെ എന്താ പറയുക തുടക്കലും അടിക്കലും കഴിഞ്ഞിട്ട് ഞാൻ തിരുമ്പാൻ നിൽക്കാം കേട്ടോ. ഇന്നിപ്പോൾ അധികം തിരുമ്പാനൊന്നുമില്ല കേട്ടോ, കുറച്ച് നമ്മൾ ഇട്ടെടുത്തതും റയാൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. ഇടയ്ക്ക് താത്താരൊക്കെ ഉണ്ടെങ്കിലാണ് ഒരുപാട് തിരുമ്പാൻ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ തിരുമ്പാൻ നിന്നാലും ബാക്കിയുള്ളത് പിന്നെ ഓല് ചെയ്യും കേട്ടോ, അതുകൊണ്ട് പ്രശ്നമല്ല. ഞാനിങ്ങനെ വിചാരിക്കല്ലേ പണികളൊക്കെ ആര് കണ്ടുപിടിച്ചതാണെന്നല്ലേ. സംഭവം എന്താ പറയുക, പണികൾ ആര് കണ്ടുപിടിച്ചതാണെന്ന് നമ്മൾ ചോദിച്ചാലും എന്താ പറയുക, അതോ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കണം. നമുക്ക് ഭക്ഷണം വിശന്ന് നമ്മൾ ഫുഡ് കഴിക്കില്ല. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഓരോ ജോലികൾ ചെയ്യുന്നതും. പിന്നെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിക്കാൻ പോകുന്ന ടൈമിലാണ് കേട്ടോ ഒരു സ്ക്രബാണ് ഞങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഒരാഴ്ചയിലൊക്കെ ഇത് ചെയ്യാറുണ്ട് കേട്ടോ. എന്താ പറയുക നല്ല അരിപ്പൊടിയൊക്കെ എന്താ പറയുക കുറച്ച് പാലും ചേർക്കുക കേട്ടോ. എന്നിട്ട് ആ പാലൊക്കെ കുറച്ച് എന്താ പറയുക രക്തചന്ദനത്തിൻ്റെ പൊടിയും ചേർക്കണം കേട്ടോ. ഇങ്ങനെ എന്താ പറയുക ആഴ്ചയിൽ ഒരു സ്ക്രബ് നമ്മൾ ചെയ്താൽ എന്താ പറയുക നമ്മളെ ഫേസ് നല്ല വെളുത്ത് പാറാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ. സ്കിൻ എന്താ പറയുക ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും അത് കുറച്ച് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ ഡെഡ് സെൽസൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മളെന്താ പറയുക സ്കിന്ന് നല്ല എന്താ പറയുക ഒന്ന് ബ്രൈറ്റൻ ആവാൻ സഹായിക്കൂടല്ലോ. അല്ലാതെ വെളുത്ത് പാറൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പാലിട്ടോ, കൂടുതലായാലും എന്താ പറയുക ലൂസായാൽ പിന്നെ നമ്മളെ സ്കിന്നിൽ അത് എന്താ പറയുക ശരിയാവില്ല കേട്ടോ. നമ്മൾ കുറച്ച് ടൈറ്റ് ആയാലും എന്താ പറയുക സ്ക്രബ് വർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ രക്തചന്ദനവും പിന്നെ എന്താ പറയുക പാലും അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എന്താ പറയുക നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്ക്രബ് അല്ല, അല്ലാതെ നമ്മൾ പാക്കല്ലല്ലോ. പാക്കാണെങ്കിൽ വല്ലാണ്ട് മസാജ് ചെയ്യണം. സ്ക്രബ് ആകുമ്പോൾ നമ്മളെ മൂക്കിൻ്റെ ഇടയിൽ പിന്നെ നമ്മളെ കവിളിൽ പിന്നെ നമ്മളെ എന്താ പറയുക ഹെഡിൽ ഈ നെറ്റിയുടെ ഭാഗത്തിൻ്റെ അവിടെയൊക്കെ നല്ലോണം നമ്മൾ മസാജ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ലിപ്പിലും കേട്ടോ നല്ല അടിപൊളിയായി വർക്കാവും കേട്ടോ. ഇതിപ്പോൾ അതാ കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അതാ നല്ല മുഖത്തിന് നല്ലൊരു ഗ്ലോ അല്ലേ. നല്ല എന്താ പറയുക നമ്മൾ ഡെഡ് സെൽസൊക്കെ ഒരു ആഴ്ചയിലോ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളിത് ചെയ്താൽ നമ്മൾ ഡെഡ് സെൽസ് റിമൂവ് ആയാൽ തന്നെ എന്താ പറയുക നമ്മളെ സ്കിന്ന് കുറച്ചും കൂടി ബ്രൈറ്റ് ആവും കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ നല്ല ചക്കം കൂട്ടാണ്ട് കേട്ടോ. ചക്ക കൂട്ടാനും എന്താ പറയുക നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ചക്ക കേട്ടോ. അപ്പോൾ ചക്ക കൂട്ടാനും അച്ചാറും ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. മീൻ കറി ഞാൻ എടുത്തിട്ടില്ല. നല്ല ചക്ക കൂട്ടാനും അച്ചാറും കൂട്ടിയിട്ടാണ് കഴിക്കണത്. 10 മണിക്കത്ത് ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ട് വല്ലാണ്ട് ഇങ്ങോട്ട് എന്താ പറയുക വിശന്നിട്ട് ഇങ്ങോട്ട് ഇതായിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും എന്താ പറയുക ചക്കക്കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയാട്ടോ. ഇപ്പോൾ ഇക്കൊല്ലത്തെ ഉമ്മ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയില്ല എന്താ പറയുക. ഇപ്പോൾ നമ്മൾ പാടത്തെ വീട്ടിൽ നിന്ന് ഉമ്മ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ചിലതൊക്കെ ഫ്ലോപ്പ് ആയിക്കോളും. ഇങ്ങനെ എന്താ പറയുക ചിലത് വെള്ളം വെള്ളം നീണ്ടിട്ടും ഇതായിട്ടൊക്കെ കേട്ടോ ടേസ്റ്റ് ഇല്ലാതെയായിരുന്നു. ഇപ്പോൾ ഈ ചക്കക്കൂട്ടാൻ അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് എന്താ പറയുക ഞാൻ ചോറ് തിന്നതിൻ്റെ ശേഷം പിന്നെയും കുറച്ച് ചക്കക്കൂട്ടം എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ല കേട്ടോ.